ഇവിടെ നമുക്ക് ടിൽ എന്നും ടു എന്നും രണ്ട് പ്രൊപ്പോസിഷൻ്റെ വാക്കുകളുണ്ട്. ഇവിടെ നമ്മൾ ടിൽ എന്നുള്ളതും ടു എന്നുള്ളതും മലയാളത്തിൽ നമ്മൾ വരെ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. വരെ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ടിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് സമയത്തെ കാണിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു സമയത്തെക്കുറിച്ച് പറയുമ്പോൾ ടില്ലും ഒരു സ്ഥലത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ടൂവുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ഇങ്ങനെ പറയാം. ഇപ്പം ഐ ആം ഗോയിങ് ടു ഡൽഹി എന്ന് പറഞ്ഞാൽ ഞാൻ ഡൽഹി വരെ പോകുന്നു എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ടു ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറയാം. അതേ അവസരത്തിൽ നമ്മൾ ഐ വാക്ക്ഡ് ടിൽ 5 o'clock എന്ന് പറഞ്ഞാൽ ഇത് കണ്ട സമയത്തെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ടിൽ 5 മണി വരെ ഐ വാക്ക്ഡ് ഞാൻ വർക്ക് ചെയ്തു, 5 മണി വരെ ഞാൻ വർക്ക് ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ ടിൽ ഉപയോഗിക്കണം. ഒരു സ്ഥലത്തേക്ക് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ടു ഉപയോഗിക്കണം. ഐ ആം ഗോയിങ് ടു സ്കൂൾ, ഐ ആം ഗോയിങ് ടു മൈ ഹോം എന്ന് പറയുന്നതൊക്കെ സ്ഥലമാണ്. അവിടെയെല്ലാം നമ്മൾ ടു ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ടിൽ ഉപയോഗിക്കുന്നത് നമ്മൾ സമയത്തെ കാണിക്കാനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു സമയത്തെ കാണിക്കാനായിട്ട് ഫ്രം ഉപയോഗിക്കുന്നത്, ഫ്രം 10 o'clock എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ടില്ലല്ല ഉപയോഗിക്കുന്നത്, ടു ഉപയോഗിച്ചാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. ഐ വാക്ക്ഡ് ഫ്രം 4 PM to 5 PM. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ടു ആണ്. ഫ്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ടു ആണ് ഉപയോഗിക്കേണ്ടത്. അതല്ല നമ്മൾ നേരിട്ടാണെങ്കിൽ ഉപയോഗിക്കുന്നത് ടിൽ 5 o'clock 5 മണി വരെ, ടിൽ മോർണിംഗ് വരെ എന്ന് നമുക്ക് പറയാം. ടിൽ ഈവനിങ് വരെ, ടിൽ ആഫ്റ്റർനൂൺ, ടിൽ 4 o'clock. അങ്ങനെ നമ്മളൊരു ടൈം പറയുമ്പോൾ ആ സമയം വരെ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ടില്ല് ഉപയോഗിക്കുന്നത്. അപ്പോൾ ടില്ല് ഉപയോഗിക്കുന്നതും ടു ഉപയോഗിക്കുന്നതുമായ വിധങ്ങൾ നമുക്ക് മനസ്സിലായല്ലോ. ഒരു സെന്റൻസിൽ എങ്ങനെയാണ് ടില്ല് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത വാക്കുമായിട്ട് കാണാം.